AKTA കട്ടപ്പന ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് KV രാജു ഉദ്ഘാടനം ചെയ്തു. സംഘടനാ വാർഷിക സാന്ത്വന പദ്ധതിയിൽ കൂടി നടത്തിവരുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വർഷം തോറും അടയ്ക്കുന്ന തുക ഘട്ടം ഘട്ടമായി കുറയ്ക്കുവാനും യോഗം തീരുമാനിച്ചു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് AKTA കട്ടപ്പന ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. സംഘടന നടത്തിവരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു വരികയാണ്. പരിശീലനം, ഉൽപാദനം, വിപണനം, ക്ഷേമം എന്നീ ലക്ഷ്യങ്ങളോടെ ടൈലർ ടച്ച് എന്ന ബ്രാൻഡിൽ എല്ലാവിധ തുണിത്തരങ്ങളും വിപണനം നടത്തുന്ന TLT കൗണ്ടറിന്റെ പ്രദർശനവും വിൽപ്പനയും നടന്നു. TLTയിൽ നിന്നും വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം മുഴുവൻ അംഗങ്ങളുടെ ചികിത്സാ സഹായത്തിനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ 2025 മുതൽ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങിയതായും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് KV രാജു പറഞ്ഞു. നമ്മളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ലോൺ കുടിശ്ശിക വന്നാൽ ഇപ്പം നമ്മുടെ ഒരംഗം ഒരു 20,000 രൂപ നിക്ഷേപമുള്ള ഒരാളിന് സാഹചര്യവശാൽ മക്കളുടെ കൂടെയോ അല്ലെങ്കിൽ അവരിവിടുന്ന് സ്ഥലം വിറ്റോ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറേണ്ടി വന്നാൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വാക്ക് വിശ്വസിച്ചാണ് അവർ പൈസ ഇറക്കിയിരിക്കുന്നത്. അപ്പം അവരെത്ര രൂപ അടച്ചോ അത് വന്നുവരെയുള്ള പലിശയും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഏരിയ പ്രസിഡന്റ് രത്നമ്മ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അന്നമ്മ MP സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി വത്സമ്മ വിജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ വിലാസിനി തങ്കച്ചൻ കണക്ക് അവതരിപ്പിച്ചു. സംഘടനയുടെ വാർഷിക സാന്ത്വന പദ്ധതിയിൽ കൂടി നടത്തിവരുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വർഷം തോറും അടയ്ക്കുന്ന തുക ഘട്ടം ഘട്ടമായി കുറയ്ക്കുവാനും യോഗം തീരുമാനിച്ചു. കൂടാതെ വർദ്ധിച്ചു വരുന്ന വന്യജീവി ശല്യം, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവും സമ്മേളനം ചർച്ച ചെയ്തു. AKTA സംസ്ഥാന സമ്മേളനം മെയ് 4 കൂട്ടായി നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ മികച്ച കർഷകയ്ക്കുള്ള കൃഷിദീപത്തിന്റെ അവാർഡ് ലഭിച്ച ഷീല ശശിധരനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.